നമസ്കാരം. തലയിൽ മഞ്ഞ് വീണതുപോലെ വെളുത്ത പൊടികൾ കാണുന്നുണ്ടോ? ഡാൻഡ്രഫ് അഥവാ താരനാവാം ഇതിൽ ആയുർവേദത്തിൽ ഇതിനെ വാത കഫദോഷത്തിൻ്റെ പ്രകോപത്തിൻ്റെ പ്രകട ലക്ഷണങ്ങളായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. ഈ ഒരു താരൻ പലപ്പോഴായിട്ട് നിങ്ങൾ ഷാമ്പു മാറ്റി എത്ര ഷാമ്പു നിങ്ങൾ മാറ്റി ഉപയോഗിച്ചു, എന്നിട്ടും ഇതിനൊരു മാറ്റവും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഷാമ്പുവിൻ്റെ പ്രശ്നമല്ല എന്ന് മനസ്സിലായില്ലേ? ശരീരത്തിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് ഈ ഒരു താരൻ വരുന്നത് എന്ന് പിടികിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് പറ്റിയ രീതിയിൽ എങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ ഒരു താരനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് പറ്റും എന്നുള്ളത് നോക്കാം. അതിന് കൂടെ നമ്മുടെ ഈ ഒരു താരൻ പ്രശ്നങ്ങൾ കാരണം മുടി പലപ്പോഴായിട്ട് കൊഴിഞ്ഞു പോകുന്ന പ്രശ്നങ്ങൾ, മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങൾ, നേർത്തതായിട്ട് വരുന്നു, ഇങ്ങനെ പല പരാതികൾ, മുടിയുടെ ഇത്തരം ഡാമേജുകൾ പറയാറുണ്ട്. ഈ ഡാമേജിനെയൊക്കെ റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഷാമ്പു കൂടെ ഏതാണെന്ന് പരിചയപ്പെട്ടാലോ? വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ, കാരണം ഒരുപാട് ഇൻഫർമേഷൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്ത് പോകരുത്. ഞാൻ ഡോക്ടർ സജിത ദിജി. മുടി പൊട്ടിപ്പോകുന്നു, ഫ്രിസി ആവുന്നു എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂസാണ് ഉപയോഗിക്കാൻ നല്ലത്. സീസാവേദി സയൻസിൻ്റെ ഡാമേജ് റിപ്പയർ ഷാമ്പൂ നല്ലൊരു ഓപ്ഷനാണ്. ഇതിലെ ഹൈഡ്രാഗ്ലോസ് ടെക്നോളജി മുടിക്ക് നല്ല സ്മൂത്ത് ഫിനിഷായിട്ടും അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ലുക്കും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇതിൽ കെരാപെപ്റ്റൈഡ് കേടായ കെരാറ്റിൻ ഭാഗങ്ങളെ പിന്തുണച്ച് മുടിയുടെ ബലം വർദ്ധിപ്പിക്കാൻ ഏറെ നല്ലതാണ്. അതുമാത്രമല്ല ഹൈലൂറോണിക് ആസിഡ് മുടിയിൽ ഈർപ്പം നിലനിർത്താൻ നല്ലതാണ്. അതുപോലെ ഗ്ലിസറിൻ വരണ്ട മുടിയെ നല്ല സോഫ്റ്റ് ആൻഡ് മോയ്സ്ചറൈസ്ഡ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡ്രൈ ഫ്രിസി റഫ് അല്ലെങ്കിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ ഒക്കെയാണ് നിങ്ങൾക്കെങ്കിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഇതിൽ ആഴ്ചയിൽ ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം മാത്രം ഉപയോഗിച്ചാലും മതി. പിന്നെ കൂടുതൽ ഇൻഫർമേഷൻസും വാങ്ങാനുള്ള ലിങ്കും കൂപ്പൺ കോഡും ഒക്കെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. ഉള്ളിലേക്ക് ഹെൽത്തി ഫുഡ് ഫോളോ ചെയ്ത് പുറമേക്ക് സ്കാൽപ്പ് ക്ലീൻ ആക്കിയാൽ മാത്രം പോരാ, നല്ല രീതിയിൽ ഡാമേജ് ഹെയറിനെ റിപ്പയർ ചെയ്യാൻ ഈ ഷാമ്പു നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാൻ മറക്കണ്ട. കണ്ടൂരൂക്ഷത്വം ത്വക് സ്ഫുടനം കേശിച്യുതി ദാരുണസ്യ ലക്ഷണാൻ വാതകഫ സമൃദ്ഭവം. അതായത് തലയോട്ടിയിൽ ചർമ്മം വരണ്ട് പൊട്ടിപ്പോകുന്നതും ചൊറിച്ചിലുണ്ടാക്കുന്നതും വെളുത്ത പൊടി പോലെ കാണുന്നതുമായിട്ടുള്ള ഈ ഡാൻഡ്രഫ് പലപ്പോഴും മുടി കൊഴിച്ചിലിനും ഒരു കാരണമായി മാറാറുണ്ട്. ഇതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. വൈകിയുള്ള ഉറക്കം, മാനസിക സമ്മർദ്ദം, ദഹനക്കുറവ്, സ്ഥിരമായിട്ട് കെമിക്കൽ ഹെയർ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നത്, അതിമധുരവും വറുത്ത ഭക്ഷണങ്ങളും ഒക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർ, തല ശുചിയായിട്ട് സൂക്ഷിക്കാതിരിക്കുന്നത്, ദഹന പ്രശ്നങ്ങൾ, ഇവയൊക്കെ ഇതിനൊരു പ്രധാന കാരണമാവും. ദഹന പ്രശ്നങ്ങൾ എങ്ങനെ മുടി കൊഴിച്ചിലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് സംശയം തോന്നുന്നത് സ്വാഭാവികമാണ്. ദഹന പ്രശ്നങ്ങളും ശരിയായിട്ടുള്ള മെറ്റബോളിസം ഒന്നും ശരീരത്തിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും ഇതിൻ്റെ ഒരു ലക്ഷണമായിട്ട് സ്കാൽപ്പിൽ ഇതുപോലുള്ള ഡാൻഡ്രഫിൻ്റെ പ്രശ്നങ്ങൾ വരാം. ചൊറിച്ചിലും ബുദ്ധിമുട്ടുകളും ചില സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലുള്ള കേസുകളും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിനെ മാറ്റാനായിട്ട് നമുക്ക് ഉള്ളിൽ നിന്ന് വേണം തുടങ്ങാൻ. ഇടയ്ക്ക് ബോഡിക്ക് ഒരു ഡീടോക്സ് കൊടുക്കുന്നത് വളരെ അത്യാവശ്യമാണ്. അതിനായിട്ട് ചില പൊടിക്കൈകളുണ്ട്. ഇതിൽ നമുക്ക് ചർമ്മത്തിൻ്റെ ഉപരിതലം മാത്രം വൃത്തിയാക്കുന്ന പണി ഷാമ്പുവിനുള്ളൂ എന്ന് വേണം പറയാൻ. അതിന് ഇതുപോലുള്ള ഷാമ്പുകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പുകളോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഹെയറിനെ റിപ്പയർ ചെയ്യുന്ന രീതിയിലുള്ള ഷാമ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് സ്കാൽപ്പ് വൃത്തിയായിട്ട് കൊണ്ട് നടക്കുക എന്നുള്ളതാണ് താരൻ വരാതിരിക്കാനുള്ള ഒരു പ്രത്യേക മാർഗം. ഇനി അതിന് പുറത്തേക്ക് മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ? പോരാ, ഉള്ളിലേക്കുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം. അതിനായിട്ട് വിരയുടെ പ്രശ്നങ്ങളുണ്ടോ വയറിനകത്ത് എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. മോര് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതുപോലെ ദിവസവും രാത്രി 1 സ്പൂൺ ത്രിഫല ഇളം ചൂടുള്ള വെള്ളത്തിലിട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് കുടിക്കുന്നതും ശരീരത്തിൽ ഇതുപോലെ ഒരു ഡീടോക്സ് അല്ലെങ്കിൽ വിഷമുക്തമാക്കാൻ സഹായിക്കുന്ന ഒരു മാർഗമാണ്. ഈ ദഹന പ്രശ്നങ്ങളും ഉള്ളവരും അല്ലെങ്കിൽ മലബന്ധം പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലൊരു മാർഗമാണ്. ഈ രീതിയിൽ ചെയ്യുന്നത് ഇതുപോലുള്ള താരനെ അകറ്റാൻ നല്ലതാണ്. ഇനി ഇത് ഉള്ളിലേക്ക് എടുത്താൽ മാത്രമാണോ? അല്ല, മുടിയുടെ ആ ഒരു കരുത്തിനും അല്ലെങ്കിൽ മൊത്തത്തിൽ സ്കാൽപ്പിനെ ഒന്ന് നന്നാക്കാനും മുടിക്ക് ആ ഒരു തിളക്കവും ഒക്കെ തന്നെ തിരിച്ചു പിടിക്കാനായിട്ടും ഒരു വഴിയൂടെയുണ്ട്. ഈ ഒരു ത്രിഫല കഷായം, അതായത് കുറച്ചധികം വെള്ളം വെച്ച് നമുക്കതിലേക്ക് അല്ലെങ്കിൽ 1 സ്പൂൺ നമ്മുടെ മുടിക്കനുസരിച്ച് എടുക്കാം, തലയോട്ടിയിലും മുടിയിലുമായിട്ട് ഒഴിക്കാനാണിത്. 1 സ്പൂൺ എടുത്തിട്ട് പൊടി ഒരു
1 or 2 കപ്പ് വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. എന്നിട്ട് രാത്രി അത് അതുപോലെ തന്നെ വെച്ചിട്ട് പിറ്റേ ദിവസം അതിൻ്റെ തെളി വെള്ളമായിട്ട് എടുത്ത് കുളിക്കുന്ന സമയത്ത് ഇതുകൊണ്ട് സ്കാൽപ്പും മുടിയൊക്കെ ഒന്ന് കഴുകി നോക്കൂ. ഇങ്ങനെ ഒരു 2 ആഴ്ച തുടർന്നാൽ തന്നെ നമ്മുടെ മുടിയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത മാറ്റങ്ങൾ കാണാൻ പറ്റും. അത് മുടി കൊഴിച്ചിലാണെങ്കിലോ, മുടി പൊട്ടിപ്പോകുന്നതാണെങ്കിലോ, മുടി ഫ്രിസി ആയിട്ടോ, മുടിക്ക് തിളക്കമില്ലാത്ത പ്രശ്നങ്ങൾ, അങ്ങനെ മുടിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ മാറുമെന്നല്ല, ഇതുപോലുള്ള താരനെ മാറ്റാനും ഏറ്റവും നല്ലൊരു മാർഗമാണ്. ഇനി രണ്ടാമത്തേത് ഏതാണെന്നല്ലേ, മുടിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന എണ്ണകളാണ്. ഇനി എപ്പോഴും മുടിയിൽ എണ്ണ ഉപയോഗിച്ചാൽ താരൻ പോവുമോ? ഇതിലൊക്കെ പല മിത്തുകളും പറയുന്നുണ്ട്. പക്ഷേ ഒരു ട്രീറ്റ്മെൻറ്റ് വൈസ് നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ എണ്ണ തേക്കുന്നത് നല്ല മാറ്റം വരുത്താറുണ്ട്. എന്നാൽ ഇത് പൊറ്റയായിട്ട് കുറച്ച് ഓയിലി ആയിട്ടുള്ള സ്കാൽപ്പാണ്, കഫപ്രകൃതി കൂടുതലുള്ള ആളുകൾക്കുള്ള അത്തരം സ്കാൽപ്പിലാണ് ഈ താരൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഇതൊന്ന് ഇളക്കി കളയണം എന്നുള്ളതാണ്. അതിന് ഒരു ഹോട്ട് ഓയിൽ മസാജ് തന്നെയാണ്. ഏത് ഡാൻഡ്രഫ് ടൈപ്പ് ആണെങ്കിലും നമ്മൾ ആഴ്ചയിൽ ഒരു 2 ദിവസം മതി, ഡെയിലി ഒന്നും ചെയ്യേണ്ടതോ ഇല്ല. ഇത് സ്കാൽപ്പിനെ ഒരു പരിധിയിൽ കൂടുതൽ വൃത്തിയാക്കാൻ ശ്രമിച്ചാലും ഒട്ടും വൃത്തിയില്ലാതെ നിന്നാലും ഒക്കെ തന്നെ ഈ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മിതമായ രീതിയിലുള്ള പരിപാലനം മതിയാവും. അത് പ്രധാനമായിട്ടുള്ള ഇത്തരം ഡാൻഡ്രഫുകൾ ഏതാണെന്നല്ലേ, അത് ഏതാണ് നിങ്ങളുടെ സ്കാൽപ്പിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് വരണ്ട പൊടിയായിട്ടോ, ചെറുതായിട്ട് വെളുത്ത താരനോ, ഒരു ഡ്രൈ ആയിട്ടിരിക്കുന്നതോ, മുടി പൊട്ടിപ്പോകുന്നതോ ആണെങ്കിൽ നിങ്ങൾക്ക് വാദപ്രധാനമായിട്ടുള്ള ഇത്തരം ഡാൻഡ്രഫാണ് എന്ന് വേണം പറയാൻ. ഇനി കഫദോഷം കൂടിയിട്ടുണ്ടാവുന്നതാണെങ്കിൽ എണ്ണമയമായിരിക്കും, കട്ടിയുള്ള പൊളിയായി അടർന്നു വിടുന്ന രീതിയിലായിരിക്കും, ചെറിയൊരു ചൊറിച്ചിലുണ്ടാകും, ദുർഗന്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി അതുപോലെ പിത്തദോഷമുള്ളവരാണെങ്കിൽ ചുവപ്പ് കളറായിരിക്കും, ഒരു വളരെയധികം ഹീറ്റ്, ചൂട് നമുക്ക് തോന്നാം. നമ്മുടെ ഇത്തരം താരലോ അല്ലെങ്കിൽ സ്കാൽപ്പിലോ നമുക്ക് സ്പർശിക്കുമ്പോൾ തന്നെ ഒരു അസ്വസ്ഥതയായിട്ട് തോന്നും. ഇങ്ങനെയുള്ളതാണ് പിത്തദോഷം കൂടിയിട്ടുള്ള ആളുകൾക്കുള്ളത്. അപ്പോൾ ഈ ഒരു വാതദോഷം കൂടിയിട്ടുള്ളതായാലും നമുക്ക് പിത്തദോഷത്തിലും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അയ്യപ്പാല കേര തൈലം അല്ലെങ്കിൽ നീലി ഭൃങ്കാതി വെളിച്ചെണ്ണ എന്നുള്ളതൊക്കെ. അതുപോലെ ഭൃംഗരാജ തൈലം, ഇതൊക്കെ തന്നെ നമുക്ക് വാതത്തിലും അതുപോലെ പിത്തത്തിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അയ്യപ്പാല വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിച്ചാൽ വളരെ പെട്ടെന്ന് വാത, പിത്ത, കഫദോഷത്തിൽ ഈ 3 ദോഷത്തിലും നിങ്ങൾക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ കഫപ്രധാനമായിട്ടുള്ളതാണെങ്കിൽ ഇതുപോലെ അയ്യപ്പാല ചേർക്കാം. ഇനി മറ്റൊന്നത് ദുർദൂര പത്രാതി വെളിച്ചെണ്ണയോടെ തലയിൽ ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക. ഒരു ഇളം ചൂടോട് കൂടിയിട്ട് ഈ ലീഷൻസ് ഒക്കെ നമ്മളൊന്ന് ചീപ്പ് കൊണ്ടോ ഒന്ന് ഇളക്കി വിട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് സ്കാൽപ്പിലേക്ക് തേച്ച് പിടിപ്പിക്കുന്നതാണ് നല്ലത്. ഒരു 20 മിനിറ്റൊക്കെ തേച്ച് പിടിപ്പിച്ചാൽ മതി. അതിനുശേഷം വീര്യം കുറഞ്ഞിട്ടുള്ള ഇതുപോലുള്ള സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഷാംപൂസൊക്കെ ഉപയോഗിച്ചിട്ട് മുടി കഴുകുക. അല്ലാതെ വെറും ഷാമ്പൂവിന് മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ ഇത് മുഴുവനായിട്ട് നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല. ഉപരിതലത്തിലുള്ള വൃത്തിക്കുറവ് കൊണ്ടാണ്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അല്ല ഉള്ളിലേക്കുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണെങ്കിൽ അത്ര പെട്ടെന്ന് അത് മാറില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം. ഇനി ഈ നേരത്തെ ഉറക്കമൊന്നും ഇല്ലാതെ രാത്രി ഉണർന്നിരിക്കുന്ന ആളുകൾക്കൊക്കെ ഈ പിത്തദോഷത്തിലൊക്കെ വളരെയധികം ഇംബാലൻസ് വരികയും അത് കൂടിയിട്ട് അതുവഴി ഉണ്ടാവുന്ന താരനൊക്കെ കോമൺ ആയിട്ട് കാണാറുള്ളതാണ്. അപ്പം ഈ ദോഷങ്ങളും ഇതും തമ്മിൽ വലിയൊരു ബന്ധം തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇനി ഉറങ്ങാതിരുന്നാൽ വരൂ എന്നുള്ള സംശയം വേണ്ട, വരും. അങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്താൽ ബോഡിയുടെ ആ ഒരു ബയോളജിക്കൽ ക്ലോക്ക് തന്നെ തെറ്റിയ അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. അതിന് നിങ്ങൾക്ക് പുറത്തേക്കൊന്നും അപ്ലൈ ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും വരില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് കറക്റ്റാക്കി കഴിഞ്ഞാൽ നല്ല മാറ്റം വരും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് വെള്ളം കുടിക്കുക, ഹൈഡ്രേഷൻ നിലനിർത്തുക എന്നുള്ളതാണ്. ആ ഒരു ഹൈഡ്രേഷൻ ഇല്ലെങ്കിൽ സ്കാൽപ്പ് വല്ലാണ്ട് ഡ്രൈ ആവുകയും ഇതുപോലുള്ള പൊടിയായിട്ടുള്ള താരൻ എപ്പോഴും കാണുകയും ചെയ്യും. അതുകൊണ്ട് വെള്ളം കുടിക്കുന്നതും താരനും തമ്മിൽ ഒരു പ്രത്യേക ബന്ധം തന്നെയുണ്ട്. നെല്ലിക്ക, ഇലക്കറികൾ, മുരിങ്ങ, എള്ള്, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ ഒരുപാട് നട്ട്സുകളും നമുക്ക് ഒമേഗ 3 ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതും സിങ്ക്, സെലീനിയം ഇതുപോലുള്ള കാര്യങ്ങളും കാൽസ്യം ഒക്കെ അടങ്ങിയിട്ടുള്ള നട്ട്സുകളും സീഡ്സുകളും എല്ലാം ഉപയോഗിച്ചും ചെറുപയർ, റാഗിയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഹെയർ ഗ്രോത്ത് ലഡു എന്നുള്ള രീതിയിൽ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഹെയർ ഗ്രോത്ത് എന്നുള്ളത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ബോഡിയുടെ മൊത്തത്തിലുള്ള ഒരു വെൽനെസ്സിന് വേണ്ടിയിട്ടുള്ളത് കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക്
അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കണ്ടു നോക്കാവുന്നതാണ്. ഒരുപാട് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ചൊരു 40-45 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് നമ്മുടെ എല്ലിൻ്റെ ആരോഗ്യത്തിനും കൂടെ വളരെ നല്ലതാണ് എന്ന് മാത്രമല്ല, പലപ്പോഴും ഹോർമോൺസിന് വേരിയേഷൻസ് സംഭവിക്കുമ്പോൾ അതിനും കൂടെ ഉതകുന്ന നല്ലൊരു മിക്സാണ് ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ. അപ്പോൾ ഒരു സ്പൂണെങ്കിലും ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മുടിയുടെ ഡാമേജിന് വളരെ നല്ലതാണ്. ഇതിലേക്കുള്ള ഭക്ഷണവും അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാവുന്നതാണ്. ഇങ്ങനെ പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് ഡാൻഡ്രഫിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഷാമ്പു, അല്ലെങ്കിൽ ഡാൻഡ്രഫിന് വേണ്ടിയിട്ടല്ല, അതുവഴി നമ്മുടെ മുടിക്ക് വരുന്ന കേടുപാടുകളെ അകറ്റാനൊക്കെ തന്നെ ഈ ഒരു സെസ ഹെയർ കെയർ ഷാമ്പു നിങ്ങൾക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഏത് വേണമെങ്കിലും നമ്മുടെ ഒരു സ്കാൽപ്പിനനുസരിച്ച് എന്തൊക്കെ വേണം എന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കാം. അത് പുറമേക്ക് ഇപ്പം അപ്ലൈ ചെയ്യാനായാലും ഉലുവ കുതിർത്ത വെള്ളമോ അല്ലെങ്കിൽ ആര്യവേപ്പില ഇട്ട് തിളപ്പിച്ച വെള്ളമോ ത്രിഫല ഇട്ട് തിളപ്പിച്ച കഷായം അത് തന്നെ മുടിയിൽ ഒഴിക്കുന്നതോ, അതല്ലെങ്കിൽ നെല്ലിക്ക ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് മുടിയും തലയോട്ടിയും കഴുകുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ തന്നെ നമുക്ക് സ്കാൽപ്പിനെയും ഹെയർ ഫോളിക്കിൾസിനെയും ഒക്കെ ഹെൽത്തി ആക്കി വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.